കല്യാണത്തിൻ്റെ തലേദിവസം നമ്മൾ റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലാണ്. ഞങ്ങളെല്ലാവരും ഒരുപാട് നാളായി കാത്തിരുന്ന ഒരു മാരേജ് കൂടിയാണിത്. ഇതാണ് നമ്മുടെ പ്രിട്ടി ആൻഡ് ബ്യൂട്ടിഫുൾ ബ്രൈഡ് സ്നേഹ. ഇതവിടെ ഡൈനിങ് ഹാളിൻ്റെ സൈഡിൽ അവർ ഇൻസ്റ്റൻ്റായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തതാണ്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. സാധാരണ മധുരം ഇഷ്ടമില്ലാത്ത എനിക്ക് കൂടെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് കല്യാണ ദിവസത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇതാണ് സ്റ്റേജ്. രാവിലെ തന്നെ സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഹോളിലെത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അച്ഛനും മോനും സെയിം കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു. നമ്മുടെ ഗ്രൂം അഖിലിൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും അന്നേ ദിവസം തന്നെയായിരുന്നു. അപ്പോൾ കല്യാണശേഷം അവിടെ സ്റ്റേജിൽ വെച്ചിട്ട് ബർത്ത്ഡേൻ്റെ ഭാഗമായിട്ട് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബാലുശ്ശേരിയുടെ ഇപ്പോഴത്തെ MLA VT സൂരജ് കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറച്ച് മുല്ലപ്പൂ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നൂനുവിൻ്റെ കഴുത്തിലിട്ടെടുത്താണ്. തനി മണവാളൻ ലുക്ക് ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച പോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് കാത്തിരുന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ് ഇന്ന്. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ അത്രയും അടുത്തൊരു മാരേജ് നടന്നിട്ട് കുറേ കാലമായി. അപ്പോൾ ഞങ്ങളുടെ മോൾട്ടി, അതായത് സ്നേഹയുടെ കല്യാണം ഞങ്ങൾക്ക് സോ സ്പെഷ്യലാണ്. പക്ഷേ ഇപ്പോൾ ദിവസങ്ങളൊക്കെ ഒരുപാട് പെട്ടെന്ന് പോയ പോലെ തോന്നുന്നു. വേഗം കല്യാണം കഴിഞ്ഞു പോയ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് സ്നേഹ എല്ലാവരോടും യാത്ര പറഞ്ഞ് അഖിലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു മൊമെൻ്റാണ്. സ്നേഹയെ പറ്റി പറയുന്ന സമയത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തിയാണ്. പേര് പോലെ തന്നെ ഒരുപാട് എല്ലാവരോടും സ്നേഹം മാത്രമുള്ള കെയറിങ് ഉള്ള വ്യക്തി. സ്നേഹയ്ക്കും അഖിലിനും എല്ലാവിധ വിവാഹ മംഗളാശംസകളും നേരുന്നു.